നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുജറാത്തിൻ്റെ ഒരറ്റമായിട്ടുള്ള ഗാന്ധിധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. കഴിഞ്ഞ ദിവസം നാഗർകോയിൽ ഗാന്ധിധാം എക്സ്പ്രസ്സിന് കയറിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇന്നിവിടെ എത്തി. ചൊവ്വാഴ്ച കയറിയിട്ട് വ്യാഴാഴ്ച ഉച്ചക്കാണ് ഇവിടെ എത്തിയത്. ഒരു 3 ദിവസത്തെ യാത്ര. കുളിച്ചിട്ടില്ല, മൊത്തം ഇങ്ങനെ വേർപ്പാണ്. ഇനി ഇവിടെ റിട്ടേൺ റൂം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം ലോങ് വീഡിയോസ് വരണമെങ്കിൽ എനിക്ക് വീട്ടിൽ പോയിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനേ പറ്റുള്ളൂ. യാത്രക്കിടയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കാനുള്ള സംവിധാനം ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല. തൽക്കാലം ഇപ്പം എൻ്റെ കയ്യിലില്ല. ഭാവിയിൽ നമുക്ക് എന്തായാലും അങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ നാഗർകോയിൽ ഗാന്ധിധാം എക്സ്പ്രസിൻ്റെ കുറച്ച് യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. അഹമ്മദാബാദിൽ നിന്ന് ഗാന്ധിധാമിലേക്ക് പോകുന്ന ഒരു സ്ട്രെച്ചാണ് നിങ്ങൾ കാണുന്നത്. മൊത്തം കൃഷി ഏരിയയാണ്, കൃഷിപ്പാടങ്ങൾ. ഈ കാണുന്നതൊക്കെ നെൽകൃഷിയാണ്. ഇഷ്ടംപോലെ നെൽപ്പാടങ്ങൾ ഇങ്ങനെയുണ്ട്, അതുപോലെ കൃഷിയും. എന്താ അല്ലേ, അടിപൊളി. ഞാൻ ഒരു സിറ്റി ഏരിയയാണ് ഇവിടെയൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷേ മൊത്തത്തിൽ മാറി. ഞാൻ വിചാരിച്ചതേ അല്ല, മൊത്തം കൃഷി സ്ഥലങ്ങളാണ്. അങ്ങവിടെയായിട്ട് മണ്ണുകളിങ്ങനെ കൂന കൂട്ടിയിടൂല നമ്മൾ, അതുപോലെ കാണുന്നത് ഉപ്പാണ്. ഉപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇട്ടിരിക്കുക, മണ്ണിട്ടതുപോലെ. കണ്ടോ? നമ്മളിങ്ങോട്ട് നാഗർകോയിൽ നിന്ന് ഗാന്ധിധാം വന്ന നാഗർകോയിൽ ഗാന്ധിധാം വീക്കിലി എക്സ്പ്രസിൻ്റെ ആ ഒരു റേക്കാണ് അവിടെ കാണുന്നത് കേട്ടോ. ലോക്കോ ഒന്നും ഡീകപ്പിൾ ചെയ്തിട്ടില്ല. ഈ റോഡ് ലോക്കോ ഷെഡിൻ്റെ WP7 ആയിരുന്നു നമ്മുടെ സാരഥി. ഹൈറൈസ് പാൻറ്റോഗ്രാഫ് ഉള്ള ചുവന്ന പാൻറ്റോഗ്രാഫ് കണ്ടോ. ഈ ഒരു ഗാന്ധിധാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം കൂടുതലും പാസഞ്ചർ ട്രെയിനേക്കാളും ഫ്രൈറ്റ് ട്രെയിനുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ 2 തുറമുഖങ്ങളാണുള്ളത്. ഒന്ന് മുദ്ര, ഒന്ന് കാണ്ട്ല പോർട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മുദ്ര പോർട്ടും കേട്ടിട്ടുണ്ടാവും. മുദ്ര ഒരു പ്രൈവറ്റ് പോർട്ടാണ്. കാണ്ട്ല ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് പ്രവർത്തിപ്പിക്കുന്ന ഒരു പോർട്ടാണ്. അങ്ങനെ 2 പോർട്ടുകൾ, തുറമുഖങ്ങൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഗുജറാത്തിൻ്റെ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്ന ചരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഫ്ലൈറ്റുകളാണ് ഈ ഒരു ഭാഗത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഈ ഒരു യാത്രക്കിടയിൽ ഷോർട്സ് ഇടയ്ക്കിടയ്ക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഒരു കണ്ടിന്യൂറ്റി കിട്ടാനായിട്ട് നമ്മുടെ ചാനലിന് ലോങ് വീഡിയോസ് ഞാൻ വീട്ടിൽ പോയതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുവരെ ഈ ഷോർട്സിനെ കൊണ്ട് നിങ്ങളൊന്ന് ഒപ്പിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ബൈ.